ഹലോ ഗായ്സ്, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെം FIUGPയുടെ പ്രകാരമുള്ള തേർഡ് സെമ്മിലെ സിലബസ് നമ്മൾ ആദ്യം ഒന്നിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. SPM എന്നാണ് ആ മേജർ സബ്ജക്റ്റിൻ്റെ പേര്. ഇതും മറ്റൊരു മേജർ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം 5 മൊഡ്യൂളാണ്. അതിൽ 4 മൊഡ്യൂളാണ് നമുക്ക് തിയറി ആയിട്ടുള്ളത്, പിന്നെ 5ാമത്തത് ഓപ്പൺ എൻഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ബേസിക് അൽഗോരിതം എന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ മൊത്തം 5 ചാപ്റ്ററായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതിൽ തന്നെ ഡാറ്റ ടൈപ്സ് വിസിസ് ഡാറ്റ സ്ട്രക്ചർ, ADT, ഡെഫിനിഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ലീനിയർ, നോൺ ലീനിയർ, പിന്നെ അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, പിന്നെ ട്രീ ഗ്രാഫ്. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അറേസ്. അതിൽ ഡെഫിനിഷൻ, ടൈപ്സ്, അതിൽ തന്നെ 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, മൾട്ടി ഡയമെൻഷണൽ, സ്പാർസ്, മെട്രിക്സ്, ഡിഫറെൻറ്റ് അറേ ഓപ്പറേഷൻസ് വിത്ത് അൽഗോരിതം, അതിൽ ഇൻസേഷൻ, ഡിലീഷൻ, ട്രാവേഴ്സലൊക്കെ. പിന്നെ മൂന്നാമത്തത് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. നാലാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ലിങ്ക്ഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ, ടൈപ്സ്, സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ്, അതിൽ കോൺസെപ്റ്റ് ഓൺലി കേട്ടോ. പിന്നെ 5ാമത്തെ ചാപ്റ്റർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഓപ്പറേഷൻസ് വിത്ത് അൽഗോരിതം, ഇൻസേഷൻ, ഡിലീഷൻ, ട്രാവേഴ്സ്. രണ്ടാമത്തെ മൊഡ്യൂൾ സ്റ്റാക്ക് ആൻഡ് ക്യൂ. അതിൽ 4 ചാപ്റ്ററാണ് വരുന്നത്. മൊത്തം പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തുടർച്ചയായിട്ട് വരുമ്പോൾ 6ാമത്തെ ചാപ്റ്ററായിട്ട് പറയാം. അതിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാക്ക്, ഡെഫിനിഷൻ, സ്റ്റാക്ക്, ഓപ്പറേഷൻ വിത്ത് അൽഗോരിതം, ആപ്ലിക്കേഷൻ, റിക്കേർഷൻ, ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ്, എക്സാമ്പിൾ ആൻഡ് അൽഗോരിതം. പിന്നെ 7ാമത്തെ ചാപ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് യൂസിങ് അറേ, ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് അൽഗോരിതം. 8ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ക്യൂ, ഡെഫിനിഷൻ, ക്യൂ ഓപ്പറേഷൻ വിത്ത് അൽഗോരിതം, ടൈപ്സ്, ഡബിൾ എൻഡഡ് ക്യൂ, ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ആൻഡ് ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ്, സർക്കുലർ ക്യൂ, ആപ്ലിക്കേഷൻ. 9ാമത്തെ ചാപ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യൂ യൂസിങ് അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് അൽഗോരിതം. ഇനി 3ാമത്തെ മൊഡ്യൂള് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതിലത്തെ ഫസ്റ്റ് പാഠം അഥവാ മൊത്തത്തിൽ 10ാമത്തെ പാഠം ഇൻട്രൊഡക്ഷൻ ടു ട്രീസ്, ബേസിക് ടെർമിനോളജി, ടൈപ്സ്, അതിൽ ബൈനറി ട്രീ, കംപ്ലീറ്റ്, ഫുൾ, സ്ക്യൂഡ്, എക്സെട്ര, എക്സ്പ്രഷൻ ട്രീ. 11ാമത്തെ പാഠം പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ട്രീ, ആപ്ലിക്കേഷൻ. 12 ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ യൂസിങ് അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. 13ാമത്തെ പാഠം ഓപ്പറേഷൻസ് ഓൺ ബൈനറി ട്രീ, ഇൻസേഷൻ, ഡിലീഷൻ, ട്രാവേഴ്സൽ, ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ, കോൺസെപ്റ്റ്സ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, 14ാമത്തെ പാഠം അൽഗോരിതം ഓഫ് നോൺ റിക്കേഴ്സീവ് ബൈനറി ട്രീ ട്രാവേഴ്സൽ. 15ാമത്തത് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്, ഡെഫിനിഷൻ, ബേസിക് ടെർമിനോളജി, ടൈപ്സ്, ഡയറക്റ്റഡ്, അൺഡയറക്റ്റഡ്, വെയ്റ്റഡ്. ഓക്കെ, 16ാമത്തത് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ, അഡ്ജസൻസി ലിസ്റ്റ് ആൻഡ് അഡ്ജസൻസി മെട്രിക്സ്, ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതാണിപ്പോൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഈ മൊഡ്യൂൾ 4ാമത്തത് സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് ആണ്. അതിൽ മൊത്തം 4 പാഠം. അതിൽ 1ാമത്തത് അഥവാ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 17ാമത്തത് ഇൻട്രൊഡക്ഷൻ ടു സോർട്ടിംഗ്, ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും കേട്ടോ. പിന്നെ 18ാമത്തത് ഇൻറ്റേർണൽ സോർട്ടിംഗ് അൽഗോരിതംസ്, സെലക്ഷൻ സോർട്ട് അൽഗോരിതം, എക്സ്ചേഞ്ച് സോർട്ട്, ബബിൾ സോർട്ട് അൽഗോരിതം. 19ാമത്തത് എക്സ്റ്റേണൽ സോർട്ടിംഗ് അൽഗോരിതംസ്, മെർജ് സോർട്ട്, ഡെമോൺസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ, നോ അൽഗോരിതം നീഡഡ്. ഓക്കെ, പിന്നെ 20ാമത്തത് അഡ്വാൻസ്ഡ് സോർട്ടിംഗ് അൽഗോരിതം, ക്വിക്ക് സോർട്ട്, ഡെമോൺസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ, നോ അൽഗോരിതം നീഡഡ്. ഓക്കെ, ഇനി അടുത്തത് 21ാമത്തെ പാഠം ഇൻട്രൊഡക്ഷൻ ടു സെർച്ചിങ്
ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്, അതിൽ അൽഗോരിതം നീഡഡ് ആണ്. ഓക്കെ, വിത്ത് എക്സാമ്പിൾ. 22ാമത്തത് ഹാഷ് ടേബിൾസ്, ഹാഷ് ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ഹാഷ് ഫങ്ഷൻസ്, ഡിവിഷൻ മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ്, പിന്നെ കൊളീഷൻ ആൻഡ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ്, ഓപ്പൺ ഹാഷിംഗ്, ചെയിനിങ്, ക്ലോസ് ഹാഷിംഗ്, പ്രോപ്പിംഗ്. ഇതാണ് ഇപ്പോൾ മൊത്തം 4 മൊഡ്യൂൾ. 5ാമത്തത് പിന്നെ നമ്മുടെ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അതിലിപ്പോൾ 8 എണ്ണമാണ് കാണാനുള്ളത്. പിന്നെ ഇനിയുണ്ട്, അതിൻ്റെ അടിയിക്കുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. നമ്മുടെ സിലബസ് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും 4 മൊഡ്യൂളാണ് നമ്മൾ നോക്കി വയ്ക്കുക. പിന്നെ 5ാമത്തത് പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് അവിടെ നിന്ന് നമുക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും, ഏതാണ് ഇപ്പോൾ ഇതിൽ മുഴുവനായിട്ടും നിങ്ങൾക്ക് തരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഷാഫി അക്കാദമിയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ വേണ്ട പോർഷൻസുകളും വേണ്ടതായ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.